ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കിയെ വന്ന് നിർമ്മല് ചോദ്യം ചെയ്യുക. പിങ്കിയെ നിർമ്മല് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ നിന്ന് തലയൂരാൻ എനിക്ക് പറ്റത്തില്ല, വേറെ എന്തെങ്കിലും ട്രിക്ക് പ്രയോഗിച്ചേ പറ്റുമെന്ന് മനസ്സിലാക്കി പിങ്കി അവിടെ നിൽക്കുക. പിങ്കി കാണിച്ച ഒറ്റ കാരണം എൻ്റെ ജോലിയാണ് പോയതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർമ്മല് പറഞ്ഞു. ചെയ്ത് തന്നതിനൊക്കെ നന്ദി ഉണ്ടെന്നും പറഞ്ഞിങ്ങനെ നിർമ്മല് പോകാൻ നോക്കുമ്പോൾ നിർമ്മലിനെ ചതിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല, ജോലി പോയെങ്കിൽ അത് നന്നായതേ ഉള്ളൂ എന്ന് നമ്മുടെ പിങ്കി ഇങ്ങനെ പറയാം. അപ്പം നിർമ്മൽ ഇങ്ങനെ നോക്കുക കേട്ടോ. ഗൗതത്തിനോട് പറഞ്ഞത് ഞാനാ, പക്ഷേ അത് നിർമ്മലിനെ ഒറ്റ കൊടുക്കാനായിട്ടൊന്നും അല്ലെന്ന് പറഞ്ഞു. പിന്നെയോ നിർമ്മല് ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലാക്ക് മണി പ്രോബ്ലം നിർമ്മലിനെ ബാധിക്കുമോ എന്ന് കാഷ്വലായിട്ട് ചോദിച്ചതാണ് എന്നുള്ള കാര്യം ഞാൻ പിങ്കി പറഞ്ഞു. എത്രയും പെട്ടെന്ന് കള്ളപ്പണം പിടിക്കുകയും അതുമായി ബന്ധപ്പെട്ടവര് പിടിയിലാവുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ നിർമ്മൽ കൂടി പ്രതിയാകേണ്ടി വരുമെന്ന് ഗൗതം എന്നോട് പറഞ്ഞു എന്ന കാര്യം പിങ്കി പറയാം. നിർമ്മല് വെറുതെ കുടുങ്ങരുതല്ലോ, അത്രയും ഞാൻ കരുതിയുള്ളൂ എന്നും പിങ്കി പറയാം. എത്രയും പെട്ടെന്ന് ആ ബ്ലാക്ക് മണി പിടിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്നും പറഞ്ഞു. നിർമ്മല് മൈൻഡ് ആക്കാതെ നിൽക്കുക. നിർമ്മലിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ, ഒരു ക്രിമിനലായി നിർമ്മല് നശിച്ചു പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാ, അതൊരു തെറ്റാണോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നിർമ്മല് ഇങ്ങനെ നോക്കുക കേട്ടോ പിങ്കിയെ. ഇപ്പൊ പിങ്കി അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ വിശ്വാസവഞ്ചനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ന്യായീകരിച്ചു പറഞ്ഞാലും കാര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിർമ്മൽ, ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിലിവിടെ എന്താണെന്ന് പലർക്കും അറിയാം, പിങ്കിക്ക് എന്തുമാത്രം അറിയാമെന്ന് എനിക്കത് തീർച്ചയില്ല എന്ന് നിർമ്മല് പറയാം. എന്തായാലും ഇതിപ്പോൾ നീട്ടിക്കൊണ്ട് പോകാനൊന്നുമില്ല, ജോലി നഷ്ടമായ സ്ഥിതിക്ക് ഇവിടെ ഇനി ഞാൻ നിൽക്കുന്നില്ല, ഞാൻ തിരിച്ചു പോവുകയാണെന്ന് നിർമ്മല് പറഞ്ഞു. അപ്പം നിർമ്മൽ, ഞാനിതൊന്നും മനഃപൂർവ്വമല്ല എന്ന് പിങ്കി പറഞ്ഞപ്പോൾ മനഃപൂർവ്വമാണ് എന്ന് നിർമ്മല് പിങ്കിയോട് ശബ്ദം ഉയർത്തി സംസാരിക്കുക. അതൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസൊക്കെ എനിക്കുണ്ട്, പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും നിർമ്മല് പറയാം. അത് കേട്ടപ്പോൾ പിങ്കി ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, ദൈവം ഇനി എന്നതാണോ എന്തോന്ന്. അങ്ങനെ പിങ്കിയും നിർമ്മലും തമ്മിലുള്ള സംസാരം കഴിഞ്ഞു. പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുക. ഏതായാലും തടി ഊരി നിർമ്മലിൽ നിന്ന് എന്നുള്ളൊരു സമാധാനത്തിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മകന് ഭക്ഷണം വിളമ്പി കൊടുക്കുക ലക്ഷ്മി. എന്തൊക്കെ പറഞ്ഞാലും അമ്മമാരുടെ കയ്യിൽ നിന്ന് ആഹാരം വിളമ്പി കഴിക്കുന്നത് ഒരു പ്രത്യേക രുചിയാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ ലക്ഷ്മിയോട് പറയാം. ലക്ഷ്മിയുടെ മുഖത്ത് ഒരു മൈൻഡും ഇല്ല കേട്ടോ. ചില ഭർത്താക്കന്മാരെ ഭാര്യയെ അവരുടെ വീട്ടിലേക്കൊക്കെ വിട്ടിട്ട് അമ്മമാരുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കും അത്രേ. കേൾക്കുമ്പോഴൊക്കെ എന്തിനാണെന്ന് പോലും തോന്നും. ലക്ഷ്മിക്ക് അതിനും മൈൻഡൊന്നുമില്ല, മിണ്ടാതെ നിൽക്കുക. ഈ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുക കേട്ടോ. ഇതെന്തൊരു കഷ്ടം അമ്മേ, ഇത്രയും പുകഴ്ത്തി ഞാൻ പറഞ്ഞിട്ട് പോലും അമ്മയുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തതാ ചോദിച്ചപ്പം, ഗൗതമേ നീ വേണമെങ്കിൽ കഴിച്ചിട്ട് പോയിക്കേ, ചുമ്മാ ഓരോന്നും എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു ലക്ഷ്മി. അപ്പൊ ഗൗതത്തിനൊന്നും മനസ്സിലായില്ല. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. എന്താ അമ്മയുടെ പ്രശ്നം എന്ന് ചോദിച്ചു. പറമ്മ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ നീ എന്തിനാ ആ നിർമ്മലിന്റെ ജോലി കളയാൻ പോയത് എന്ന് ലക്ഷ്മി ചോദിക്കാം. അപ്പൊ നമ്മുടെ ഗൗതം ഇങ്ങനെ നോക്കുക കേട്ടോ. അത് വേണ്ടിയിരുന്നില്ല എന്ന് ലക്ഷ്മി ഗൗതത്തിനോട് പറയണം. അവനും എങ്ങനെയെങ്കിലും ആ ജോലിയൊക്കെ ആയിട്ട് ജീവിച്ചു പോകില്ലായിരുന്നു എന്നിങ്ങനെ ചോദിച്ചപ്പം, അമ്മ ഇത് എന്താ അറിഞ്ഞിട്ടാ ഈ പറയുന്നേ, എത്ര വലിയ കള്ളപ്പണ വേട്ട നടന്നതെന്ന് അമ്മയ്ക്ക് അറിയോ? പ്രതി ആരാ? അവന്റെ കമ്പനി മുതലാളി. അമ്മയ്ക്ക് വല്ലതും അറിയാമെന്ന് ചോദിച്ചു. അമ്മ ഇത്ര സെൻസില്ലാതെ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ ചെയ്യും? ഞാനൊരു ഓഫീസറാണ്, ഞാൻ എത്ര വലിയ കാര്യം ചെയ്തേ, അതമ്മ എന്താ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിർമ്മല് നാളെ ഇവിടെ നിന്ന് പോവുകയാണെന്നുള്ള കാര്യം നേരത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. നിനക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ അവൻ പോയാൽ എങ്ങനെയാണ് ഇവിടെയുള്ളവരെ ബാധിക്കുക എന്ന്. അർജുൻ്റെ അഭാവം ഈ വീട്ടിലുള്ളവരെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. നിർമ്മലും കൂടെ പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം, അതിനിപ്പോൾ എന്ത് വേണം, അതിനെന്താണെന്നൊന്നും അമ്മയ്ക്കൊന്നും പറയാൻ അറിയില്ല മോനെ എന്ന് ലക്ഷ്മി ഗൗതത്തിനോട് പറയുക. അത് അറിഞ്ഞപ്പോൾ മുതൽ പാവം നിന്നെ സുമംഗലാപ്പച്ചി ഇരുന്ന് ഉരുകയാണെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഈ വീട്ടിലെ ഇളയവളാണെന്നും അതുപോലെ ഈശ്വരൻ അവൾക്ക് കൂടുതൽ ദുഃഖം കൊടുത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ലക്ഷ്മി പറയുക. മക്കൾ പോയ അമ്മമാരുടെ വേദന അവരോളം വരില്ല ഈ ലോകത്ത് വേറെ ഒരു വേദനയോ എന്നും പറഞ്ഞ് ആ ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതത്തിനോട് സങ്കടങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പറയുവാണ്. മോനെ ദേ നിർമ്മല് വന്നപ്പോഴാണ് സുമംഗലിയുടെ മുഖത്ത് ഒരു പ്രസാദം ഞാൻ കണ്ടത്, ഒരു ചിരിയെങ്കിലും ഞാൻ കണ്ടത്. ഇന്ന് വീണ്ടും ആ മുഖം വീണ്ടും കാർമേഘം വന്ന് മൂടിയെന്ന് പറഞ്ഞു. കഴിക്കാതെ നിർമ്മല അവിടെ നിന്ന് നമ്മുടെ ഗൗതം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. മോനെ കഴിച്ചിട്ട് പോകാൻ ലക്ഷ്മി പറഞ്ഞെങ്കിലും ഗൗതം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നെ കാണിക്കുന്നത് മഹേശ്വരൻ അങ്ങോട്ടേക്ക് വന്നു. മഹേശ്വരൻ വന്നൊന്നും ഇതൊക്കെ കണ്ട് മിണ്ടാതെ നിൽക്കുക. അപ്പോൾ കയ്യും കഴുകി ഗൗതം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ, മോനെ ഗൗതം മോനെ ഒന്നവിടെ നിന്നേടാ എന്നും പറഞ്ഞ് അച്ഛൻ ഗൗതത്തിനെ വിളിച്ചു. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോടാ എന്ന് മഹേശ്വരൻ ഗൗതത്തിനോട് ചോദിക്കുക കേട്ടോ. അല്ല
നിങ്ങളൊക്കെ വലിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം. അർജുനും അതുപോലെ തന്നെ ആയിരുന്നില്ലേടാ എന്നും ചോദിക്കുമോ അച്ഛൻ മോനോട്. ജോലി പോയതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്നാണ് നിർമ്മല് പറഞ്ഞത്. അപ്പോൾ നിർമ്മല് പോയാൽ ഉണ്ടാകുന്ന മാനസിക വിഷമം എന്താണെന്ന് നമുക്കല്ലേ അറിയൂ. അപ്പോൾ നമുക്കല്ലേടാ അറിയൂ അർജുൻ നമുക്ക് ആരായിരുന്നു എന്നുള്ളതെന്ന് ചോദിച്ചാൽ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുമോ മോനോട്. അപ്പോൾ അർജുൻ്റെ അഭാവം ആർക്കും സഹിക്കാൻ പറ്റില്ല. എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ അത് ചെയ്യണമെന്ന് പറയാം. അർജുൻ അല്ല വന്ന ആളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ മോനോട് പറയാം. അപ്പോൾ മോനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ അർജുൻ ആയിരുന്നെങ്കിലോടാ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ഗൗതത്തിനോട് ഒന്ന് പറയുന്നു, നീ എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് ചെയ്ത് താടാ എന്നൊക്കെ പറഞ്ഞു. അവനിവിടെ നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി നാളെ അവൻ യാത്ര പറയുമ്പോൾ അറിയാം എന്താകും എന്നുള്ളത്. ഇനി ഒരിക്കലും അവനുമായി നമുക്കൊരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മഹേശ്വരൻ ഇങ്ങനെ പറയാം കരഞ്ഞുകൊണ്ട്. അപ്പോൾ നിനക്ക് നിർമ്മലിന് ഇഷ്ടമല്ലെന്നും നിർമ്മലിനോട് ഒരുപാട് ദേഷ്യമുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷെ അതെല്ലാം നീ മാറ്റിവെച്ച് നീ അവനോടൊന്ന് സംസാരിച്ചാൽ അവൻ പോവില്ലെന്നാണടാ എൻ്റെ മനസ്സ് പറയുന്നതെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഒരു ആശ്വാസം കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യടാ. നീ പറഞ്ഞ നിർമ്മല കേൾക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. അങ്ങനെ അത് പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി നീ ഒന്ന് കേൾക്കടാ, നമ്മുടെ സുമംഗലയ്ക്ക് വേണ്ടി നീ ഒന്ന് ചെയ്യടാന്ന് പറഞ്ഞു പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഈ സമയത്ത് നിർമ്മലാണെങ്കിൽ അവിടെ ആകെ സമാധാനം നഷ്ടപ്പെട്ട് തെക്കും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോഴാണ് നമ്മുടെ ഗൗതം മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. ഗൗതത്തിനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിർമ്മല എന്താ ഭയങ്കര ടെൻഷനിലാണല്ലോ എന്ന് ഗൗതം ചോദിച്ചു. ജോലി നഷ്ടപ്പെട്ടു പോയതാണോ നിന്റെ ടെൻഷൻ്റെ കാരണം എന്ന് ഗൗതം ചോദിച്ചപ്പോൾ നിർമ്മല ഒന്നും മിണ്ടുന്നില്ല. അതാണെങ്കിൽ വലിയ വിഷയമാക്കിയൊന്നും നീ എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നിർമ്മലിന് ഇതൊന്നും വലിയ വിഷയമായിരുന്നില്ല. ഈ ഭൂമിയിൽ ആകാശത്തിന് കീഴിൽ നിർമ്മലിനെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് തന്ത ആര് എന്നുള്ളൊരു ചോദ്യമായിരുന്നു എന്ന് നിർമ്മല ഗൗതത്തിനോട് പറയാം. അറിയാവുന്നവർ പോലും അറിയില്ല എന്ന് ഭാവിക്കുകയായിരുന്നു എന്നും തന്തയില്ലാത്തവനെന്നുള്ള വിളിപ്പേര് ചങ്ങാതിമാർ പോലും നാവിൻ തുമ്പിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ആവശ്യം വരുമ്പോഴേ അതെടുത്ത് ഉപയോഗിച്ച് നിർമ്മലിനെ ഒരുപാട് തറവറ്റിക്കാനുള്ള ചക്രായുധമാക്കി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നെന്താ ഇത്തവണ ഈ വീടാ എനിക്കതിൽ നിന്നൊക്കെ ഒരു മോചനം തന്നത്. പ്രത്യേകിച്ച് ഈ വീട്, ഈ നാട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുക. ഇവിടെ എല്ലാവർക്കും ഞാൻ ആരുടെ മകനാണെന്നുള്ളതല്ല, ഞാൻ ആരാണെന്നൊരു തീർച്ച ഇവർക്കുണ്ടായിരുന്നു. 2 മക്കൾക്കും ഒരേ ചായ നൽകി ദൈവം നീതി കാണിച്ചു എന്നൊക്കെ നിർമ്മൽ ഇങ്ങനെ പറയാതൊക്കെ കേട്ടപ്പോൾ ഗൗതത്തിനും സങ്കടമായി. മറ്റുള്ളവരുടെ മനസ്സിൽ കൊടുത്ത നല്ല സ്നേഹവും നല്ല ഓർമ്മകളും ബാക്കി വെച്ചിട്ട് അർജുനിലൂടെ എന്നെ എല്ലാവരും സംരക്ഷിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മനസ്സ് തുറന്ന് ഒരു നാടിനെ സ്നേഹിച്ചു തുടങ്ങിയത്. ഞാൻ മനുഷ്യരെ സ്നേഹിച്ചത് ഇവിടെയുള്ളവരെയാണ്. ഈ ജോലിയായിരുന്നു എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ ജോലിയെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഈ ജോലി നഷ്ടപ്പെട്ടത് എനിക്ക് സഹിക്കാവുന്നതിനപ്പുറമാണെന്നും പറഞ്ഞു. അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാൾ നിങ്ങളാണെന്ന് ഗൗതത്തിനോട് നമ്മുടെ നിർമ്മൽ പറയാം. അതൊക്കെ കേട്ടപ്പോൾ ഗൗതം ഇങ്ങനെ ആകെ വല്ലാതെ നിൽക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം അന്വേഷിക്കാമായിരുന്നു. കുറച്ച് നാൾ കൂടി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ജീവിതം ഒരുപാട് മാറിപ്പോയേനെന്നൊക്കെ നിർമ്മൽ ഗൗതത്തിൻ്റെ മുന്നിൽ മനസ്സ് തുറന്നിങ്ങനെ സംസാരിക്കാം. എന്നെ കണ്ട ദിവസം മുതൽ എന്നെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. ഒടുക്കം നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചില്ലേ എന്നൊക്കെ നിർമ്മൽ ഇങ്ങനെ ചോദിക്കാം. നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നിർമ്മൽ ഭയങ്കര കരച്ചിൽ ഗൗതത്തിൻ്റെ മുന്നിലിരുന്നു. ഈ സമയത്ത് നിർമ്മൽ ഞാൻ ചെയ്തത് എൻ്റെ ഡ്യൂട്ടിയാണെന്നും ഈ കള്ളപ്പണ ഇടപാടിലൂടെ രാജ്യം എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതെന്ന് എനിക്ക് അറിയാവുന്ന ചോദിക്കുമ്പം വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല സാറേ. എൻ്റെ ജോലി പോയാലും ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേനെ. പക്ഷേ എന്നെ കൊടുക്കാൻ നിങ്ങൾ എന്തിനാ സാറേ പിങ്കിയെ ഉപയോഗിച്ചത് എന്നിങ്ങനെ നമ്മുടെ ഗൗതത്തിനോട് ചോദിക്കാം നിർമ്മല. അതോടുകൂടി എല്ലാം തീർന്നില്ലേ സാറേ എന്ന് ചോദിച്ചു. അവിടെ ഞാൻ ഒന്നും അല്ലാതായി പോയില്ലേ. ഈ നാട്ടിൽ നിൽക്കാനുള്ള അവസാന പിടിവള്ളിയും സാറ് വെട്ടിക്കളഞ്ഞതുപോലെ ആയില്ലേ എന്നൊക്കെ നിർമ്മൽ ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്കുവാണ്. നിർമ്മൽ ചോദിക്കുന്നതിനൊന്നും മറുപടിയില്ല ഗൗതത്തിന്. അപ്പോൾ ഇനി എനിക്ക് കാരണങ്ങളൊന്നുമില്ല ഇവിടെ പിടിച്ചു നിൽക്കാനെന്നും പറഞ്ഞു. അർജുൻ നിങ്ങളോട് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നാട്ടിൽ വന്നിട്ട് അർജുൻ്റെ പേരിൽ അവനോടുള്ള മുഖസാദൃശ്യത്തിൻ്റെ പേരിൽ എല്ലാവരും എന്നോട് കരുണ കാണിച്ചുവെന്നും നിങ്ങളൊഴിച്ച്
എല്ലാവരും എന്നെ സ്നേഹിച്ചു എന്നും നമ്മുടെ നിർമ്മല് പറയാം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഗൗതത്തിന് അതെല്ലാം മനസ്സിൽ തട്ടുക. ഗൗതം അതൊക്കെ കേട്ടിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ നിർമ്മൽ ആദ്യമായി ഗൗതത്തിൻ്റെ മുന്നിൽ മനസ്സ് തുറക്കുന്നു, അതുപോലെ ആഞ്ഞടിക്കുന്നു. ഈ സമയത്ത് നടന്ന അന്നും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൗതം ആലോചിച്ചെടുക്കുകയാണ്. ഒരു ശത്രുവിനെന്ന പോലെ സാർ എന്നോട് ഇന്നുവരെ പെരുമാറിയത് എന്താ പറഞ്ഞത് ഫീൽ ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത്. അപ്പോൾ അർജുൻ മരിച്ചതിൽ നിങ്ങൾ അപ്പോഴത്തേക്കും നിർമ്മൽ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്ന് ചോദിച്ചു. ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇങ്ങനെ കയറി അങ്ങ് പിടിച്ചു കോളാറുണ്ട്. അപ്പോൾ സ്ഥാനവും ഇതെല്ലാം മറന്ന് ചങ്കു പൊട്ടി നിന്ന് ഗൗതത്തിന് നിനക്കറിയാമോ എന്ന് ഗൗതം ചോദിക്കുവാണ് നിർമ്മലിനോട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറക്കുക. അങ്ങനെ ആ ഒരിത് നമ്മുടെ ഗൗതം ഇങ്ങനെ നിർമ്മലിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുൻ്റെ നിഴലെങ്കിലും നിന്റെ മുഖത്ത് വീണ് കിടക്കുന്നു എന്നുള്ള ചങ്കുപൊട്ടുന്ന വേദനയിലാണ് ഈ നിമിഷവും നീ ഇവിടെ നിൽക്കുന്നത് എന്ന് നിർമ്മലിനോട് നമ്മുടെ ഗൗതം പറയുന്നു. ഞാനേ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസറാണെന്ന് ഗൗതം നിർമ്മലിനോട് പറയാം. അതുവരെ സംസാരിച്ചതിനെല്ലാം തിരിച്ചു പറയാം. എന്നിട്ട് നിന്നെപ്പോലെ ഒരു ക്രിമിനലിനെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. ഇടപെടാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടും എൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ നിന്നോട് ഇടപെടാൻ സമ്മതിച്ചതേ നിന്റെ മുഖത്തെ എൻ്റെ അർജുനുള്ളത് കൊണ്ട് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ഇതൊക്കെ കേട്ട് നിർമ്മലും അന്തം വിട്ട് നിൽക്കാം. 1 മുതൽ 99 വരെയുള്ള ആ ഒരു ഒറ്റ പ്ലസ് പോയിന്റ് അത് മാത്രമാണെന്ന് പറഞ്ഞു. പിങ്കിയിലൂടെയാണെങ്കിലും നിന്റെ ജോലി തെറിപ്പിച്ചത് അതിലൂടെ നീ വീഴാൻ പോകുന്ന ഭീകരമായ തകർച്ചയെപ്പറ്റി അറിഞ്ഞിട്ട് തന്നെയാ. ഈ കേസേ നീ സാധാരണപ്പെടുന്ന പെറ്റി കേസൊന്നുമല്ല, ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ അകത്ത് കിടക്കാൻ മാത്രമുള്ള ഗൗരവമുള്ള കേസാണെന്ന് ഗൗതം പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഒരു ജോലി വാങ്ങി തന്നിട്ടാണെങ്കിലും നിന്നെ ഇവിടെ പിടിച്ചു നിർത്തണം എന്നുള്ള ചിന്തയിലാണ് ഞാനിവിടെ വന്നത് എന്ന് നമ്മുടെ ഗൗതം പറയുവാണ്. നിനക്കത് അറിയാവോ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ നിർമ്മലിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. തെറ്റുപറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, നീയൊക്കെ പൊയ്ക്കോളാൻ പറഞ്ഞു ഗൗതം. ഒറ്റ പാലത്തേക്കോ ഷൊർണൂരിലേക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ പോകുമെന്ന് നിർമ്മല്. പോകാൻ തന്നെ എൻ്റെ തീരുമാനമെന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതത്തിൻ്റെ മുഖം അങ്ങ് മാറി. അങ്ങനെ ചേട്ടനും അനിയനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി. നിർമ്മലാകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുക. എന്ത് തീരുമാനിക്കണമെന്ന് നിർമ്മലിനും അറിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ നന്ദ അടുക്കളയിൽ നിന്നിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗിരിജ അങ്ങോട്ടേക്ക് വന്നിട്ട് ഡോക്ടർ കൊച്ച് ജോലിക്കുള്ള പോക്ക, കുറച്ച് കനൽ കോരിട്ട് അവളുടെ സമാധാനം കെടുത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നേരത്തേക്കും ഗിരിജ വേഗം തന്നെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് നന്ദ എന്നും പറഞ്ഞ് പിന്നാലെ അങ്ങ് ചെല്ലുക കേട്ടോ. എന്താ നന്ദ ഡോക്ടർ ഇത്ര സന്തോഷം എന്ന് ചോദിച്ചു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞു നന്ദ. അത് വെറുതെ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ മനുഷ്യനിങ്ങനെ സന്തോഷിക്കും ചോദിച്ചപ്പം അതൊരു പിങ്കിയുടെ ചിറ്റയുടെ തെറ്റിദ്ധാരണയാണ് എന്ന് നമ്മുടെ നന്ദ പറയുമ്പോൾ എന്നും പറഞ്ഞ് ഗിരിജ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിലും സന്തോഷവാനായിരിക്കാൻ കഴിവുള്ള ജീവിതമാണ് നല്ല ജീവിതം. എൻ്റെ പൊന്നെ, ഞാൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ സൈക്കോളജി എടുത്ത ആളൊന്നും അല്ലേ, അതിൽ ബിരുദം എടുത്തിട്ടില്ല. പക്ഷെ കാരണമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നന്ദ ഇങ്ങനെ തുള്ളിച്ചാടുന്നത് കാണുമ്പോൾ നുണയാണെന്ന് എനിക്കറിയാമെന്ന് പറയും. കോടിക്കണക്കിന് രൂപയുടെ ബ്ലാക്ക് മെയിൽ പിടിച്ചെടുത്ത മിടുമിടുക്കനായ ഓഫീസർ എന്നുള്ള പേര് കിട്ടിയല്ലേ ഭർത്താവിന്. ഇതിനപ്പുറം ഒരു ഭാര്യയ്ക്ക് സന്തോഷിക്കാൻ എന്ത് വേണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ കഷ്ടപ്പെട്ട ഒരു കേസ് തെളിയിച്ച് കഴിയുമ്പോൾ അതിനെ ലോട്ടറി അടിച്ചെന്നും ചുളിവിൽ സ്റ്റാർ ആയെന്നൊക്കെ വിശേഷിപ്പിക്കാനുള്ള ചിറ്റടി മനസ്സുണ്ടല്ലോ. സമ്മതിച്ച് തന്നേ പറ്റുള്ളൂ. എന്തൊരസൂയാണ് എന്നിങ്ങനെ നന്ദ പറയുമ്പം അതെ ഗിരിജ സത്യം അറിയാവുന്നവളാണ് എന്ന് ഗിരിജ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഗൗതത്തിനോട് ഒരസൂയം തോന്നേണ്ട കാര്യമില്ലെന്നും പറഞ്ഞു. അങ്ങനെ നന്ദയും ഗിരിജയും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പിങ്കിയാണ് ഈ സംഭവങ്ങളൊക്കെ ഗൗതത്തിന് പറഞ്ഞു കൊടുത്തത് എന്നുള്ള ആ ഒരു ഇതെല്ലാം പറയും. അങ്ങനെ പിങ്കിയായിട്ട് ഗൗതം ഇങ്ങനെ ഒരു ഡീല് നടത്തിയെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ നടുങ്ങി ഇങ്ങനെ നിൽക്കുക. നന്ദ എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് റൂമിലേക്ക് പോയി. അപ്പോൾ ഈ തുമ്മാതി അവളുടെ ഇന്നത്തെ ദിവസം കലങ്ങാനെന്ന് പറഞ്ഞ് ഗിരിജ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. നന്ദി.